കാലവർഷം ആരംഭിച്ചതിന് പിന്നാലെ കാഞ്ഞങ്ങാട് സ്കൂളിന് സമീപത്തെ കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീണു. ഇതിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു തലനാരിയുടെ വ്യത്യാസത്തിൽ ദുരന്തമൊഴിവായ സംഭവം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. പുതിയകോട്ടയിലെ ഹോസ്തൃക് പോലീസ് സ്റ്റേഷന് സമീപത്തെ TV റോഡിലെ CSI ചർച്ചിന്റെ പിറകുവശത്തുള്ള മതിലാണ് പൊടുന്നനെ ഇടിഞ്ഞു വീണത്. ഏതാണ്ട് 10 മീറ്ററോളം ഉയരത്തിലും 30 മീറ്ററോളം നീളത്തിലുമുള്ള കൂറ്റൻ മതിലാണിത്. മഴ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ കോൺക്രീറ്റ് തൂണും ബെൽറ്റും ചെങ്കല്ലുമെല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ച മതിൽ മൊത്തമായും തകർന്നടിയുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:15 സംഭവം. ഇതിൽ നടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തായാണ് UBMC സ്കൂളുള്ളത്. പ്രവൃത്തി സമയമായതിനാൽ കുട്ടികളെല്ലാം ക്ലാസ് മുറിക്കുള്ളിലായിരുന്നു. മാത്രമല്ല, ഈ സമയം ഇതുവഴി വാഹനങ്ങളോ ആളുകളോ കടന്നുപോയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. വിവരമറിഞ്ഞതിന് പിന്നാലെ മണ്ഡലം MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാഞ്ഞങ്ങാട് പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന UBMC സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മതിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇടിഞ്ഞു വീണത്. ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. കുട്ടികളും സ്കൂൾ കുട്ടികളും ജനങ്ങളും എല്ലാം നടന്നു പോകുന്ന റോഡിലേക്കാണ് മണ്ണും കല്ലും എല്ലാം ആകെ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഒരു വലിയ ദുരന്തം ഒഴിവായി എന്നതിൽ നമുക്ക് ആശ്വസിക്കാം. എന്നാലും ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. റോഡിലേക്ക് മാത്രമല്ല, സമീപത്തെ വീടുകളുടെ മുറ്റത്തേക്കും കല്ലും മണ്ണുമെല്ലാം വന്നു പതിച്ചു. അപകട ഭീഷണി നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും പരിഹാരം തേടി പരാതി നൽകിയിരുന്നുവെന്നും പരിസരവാസികൾ പറയുന്നു. ഇത് ഹോസ്തൂർഗ് ടൗണോട് ചേർന്നുകൊണ്ട് ഉള്ള UBM സ്കൂളിൻ്റെ പള്ളി ബിൽഡിങ്ങിലാണ്. ഇതിൻ്റെ പുറകുവശമാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഇതിന് തൊട്ടുമുട്ടിയിട്ടുള്ള ഒരു വലിയൊരു കോൺക്രീറ്റ് വാർപ്പ് ഇടിഞ്ഞു വീണിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിലും റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയിലും നമ്മൾ പരാതി കൊടുത്തിരുന്നു. ആ പരാതി അന്വേഷിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ നമ്മൾ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ കോപ്പി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ പള്ളിയുടെ നേതൃത്വത്തിൽ പള്ളി ബിൽഡിങ്ങിൻ്റെ പുറകെ വശമായിട്ട് അശാസ്ത്രീയമായ രീതിയിൽ ഒരു നിർമ്മാണം നടന്നത്. അപ്പോൾ ആ നിർമ്മാണം മുനിസിപ്പാലിറ്റിയുടെ എൻജിനീയേഴ്സോ ഒന്നും അറിയാതെയാണ് ഈ നിർമ്മാണം നടന്നത്. അപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലല്ല ആണ് ഈ നിർമ്മാണം നടന്നത്. അതുകൊണ്ടാണ് ആദ്യ മഴയിൽ തന്നെ ഇത് തകർന്നു വീഴാനുള്ള കാരണം. ഈ തകർന്നു വീഴുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഇവിടുത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നു. അയാൾ തലനാരി ഇഴയ്ക്കാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഭാവിയിൽ ഇതിന് തൊട്ടുമുട്ടിയിട്ട് കഴിഞ്ഞ വർഷം വീണതിൻ്റെ ബാക്കി ഭാഗം കൂടി വീഴുന്ന തരത്തിലേക്കാണുള്ളത്. അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണവും സമഗ്രമായ ശാശ്വതമായ ഒരു പരിഹാരവും മുനിസിപ്പാലിറ്റിയും താലൂക്കും നടത്തണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ആവശ്യം. അധികം വൈകാതെ തന്നെ JCB എത്തിച്ച് റോഡിലെ കല്ലും മണ്ണുമെല്ലാം നീക്കം ചെയ്താണ് ഇതുവഴിയുള്ള ഗതാഗതം ഒരു പരിധിവരെ പുനഃസ്ഥാപിച്ചത്. എങ്കിലും ദുരിതവും ആശങ്കയും ഇപ്പോഴും പൂർണ്ണമായും വെട്ടൊഴിഞ്ഞിട്ടില്ല. 2 വർഷം മുമ്പ് UBMC സ്കൂളിനടുത്തും ഇതുപോലെ മണ്ണിടിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.